ഹലോ ഗൈസ്, അപ്പോൾ ഇതേ ഇന്നൊരു പ്രഭാതം ഇങ്ങനെ പൊട്ടി വിടർന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ ഈ വെള്ളം കുടിക്കുന്ന എന്തിനാണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും നമ്മളത് കാണിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാനിത് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറെ ഒന്നിന് പോകാനുള്ളൊരു മടിയുണ്ട്. അപ്പോൾ ഇതേ എന്താ പറയുക, എന്നാലും നമ്മൾ മൾട്ടി ടാസ്ക്കാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ ഇതേ വെള്ളം കുപ്പി എടുക്കാനുള്ളൊരു മടിയൊക്കെ ഉണ്ടെന്നും വേണേൽ പറയാം. അപ്പുറത്തിരിക്കുകയാണ് കേട്ടോ, അടുപ്പിൻ്റെ സൈഡിൽ. ഗ്യാസ് തീർന്നുകൊണ്ട് അടുപ്പിൻ്റെ സൈഡിലാണ് കൂടുതൽ ടൈം രാവിലെ സ്പെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ അമ്മ ഇങ്ങനെ നാരങ്ങ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് സ്കന്ദഷഷ്ടിക്ക് നാരങ്ങാമാല കാരണം ഭഗവാനെ കാണത്തേ ഇല്ലായിരുന്നു. സ്കന്ദഷഷ്ടിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്പലത്തിനകത്തെ വീഡിയോസ് നമ്മൾ എടുക്കാറില്ലല്ലോ. അപ്പോൾ അതിൻ്റെ നാരങ്ങയാണ്, ഭഗവാന് ചാർത്തിയ നാരങ്ങയാണ് നമുക്ക് കിട്ടിയത്. അതായത് അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ സമയം കിട്ടുമ്പോൾ അത് അരിഞ്ഞ് ഉപ്പ് പിടിക്കാനായിട്ട് തിരുമ്മി വെക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. വൈകിട്ട് ഞാൻ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഞാൻ വൈകിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അമ്മ എന്തായാലും അത് റെഡിയാക്കി അച്ചാറാക്കിയിട്ടുണ്ട്. തലേദിവസം മാങ്ങ ഇതുപോലെ അമ്മ അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരുന്നു. അപ്പോൾ ഞാനത് മാങ്ങ അച്ചാറാക്കിയിരുന്നു. അപ്പം അമ്മ എന്തായാലും അമ്മയുടെ ടൈം അനുസരിച്ച് അമ്മ എന്താ പറയുക, നാരങ്ങ നല്ല നീറ്റായിട്ട് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പണി എന്തായാലും ഒഴിഞ്ഞു കേട്ടോ. അതേ നമ്മൾ ഉപ്പൊക്കെ തിരുമ്മി വെച്ചു. വൈകിട്ടത്തെ സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഇതേ ഉപ്പുമാവിനായിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇല്ലായിരുന്നു. പിന്നെ ഇതേ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുക്കളയിൽ നിന്ന് പോകാൻ സമയം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞ സംഭവം. അടിപൊളി മാങ്ങാച്ചാറാണ്. മാങ്ങ നല്ല ടേസ്റ്റി ആയിരുന്നു. മാങ്ങാച്ചാർ എത്ര ഇവിടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ അച്ചാർ ഒരുപാട് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അച്ചാറുണ്ടെങ്കിൽ ഒരാഴ്ച പോലും ഇരിക്കില്ല. അപ്പോൾ കുഞ്ഞിക്കും ഉണ്ടാവും വാഴയ്ക്കാൻ മെഴുക്കുവരട്ടി, വൈദേഹിക്കും ഉണ്ടാവും കോവയ്ക്കാൻ മെഴുക്കുവരട്ടി, എല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് റെഡിയാവുന്നു. ഇപ്പോൾ അത് അടുപ്പ് 3 നിരത്തി കത്തിച്ചിരിക്കുകയാണ്. ഗ്യാസ് തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. ചോറായിട്ടില്ല. അതിനുശേഷം നമ്മൾ റെഡിയായി പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.